ഇതാ മക്കളെ, നമ്മൾ ഭൂട്ടാൻ ബോർഡറിലാണുള്ളത്. ഇപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് ഭൂട്ടാൻ മണ്ണിലാണ്. ഇവിടെ ഇമിഗ്രേഷൻ സെൻറ്ററിൽ പോയിട്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മൾ എൻട്രി പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ ഭൂട്ടാൻ്റെ ഉള്ളിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വെഹിക്കിൾ പെർമിറ്റ് വേണം. ഇതിവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ ആട്ടോ. ഒന്നും മര്യാദയ്ക്ക് ആർക്കും അറിയില്ല. ഒരു സുഖമില്ല. ഇതിപ്പോൾ എങ്ങനെ എന്താ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, മനസ്സിലാവുന്നില്ല. എന്തായാലും പോയി നോക്കട്ടെ. തിരിച്ചു പോകാൻ പറഞ്ഞ് ആ ഭാഗത്ത് അത്ര. അയ്യോ, എത്ര സമയമായിന്നറിയോ? 11 മണിയായി സമയം. മൊത്തത്തിൽ കൺഫ്യൂഷനാണേ. വേറൊരു ഓഫീസ് പോയപ്പോൾ പറഞ്ഞാൽ അവിടെയല്ല, വേറെന്തോ RSTA ഉണ്ട് അത്ര, അവിടെ പോകാൻ. അത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണെന്നും പറഞ്ഞു. പോയി നോക്കാം. ഇതാട്ടോ ഭൂട്ടാനിലെ RT ഓഫീസ്. അവർ RSTA എന്ന് പറയും. ഭയങ്കര ചടങ്ങാട്ടോ, ഭയങ്കര ചടങ്ങാണെന്ന മനുഷ്യന്. അവരുടെ ടൂറിസ്റ്റ് വരുമ്പോൾ അവർ ഒന്നാമത് പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കണം, എന്തൊക്കെ എവിടെയാണ് ചെയ്യേണ്ടതെന്ന്. അതിവിടെ ഇല്ല. പിന്നെ ആർക്കും എന്താ പരസ്പര ബന്ധമല്ല. ഒരു ട്രാഫിക് പോലീസിന് പോലും ഇവിടെയുള്ള കാര്യങ്ങൾ, ഒരു ബിൽഡിങ്ങോ എവിടെയാണ് ഈ പൈസ അടയ്ക്കേണ്ടത് അതുപോലും ഒരു ട്രാഫിക് പോലീസിന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ, ഇല്ലാത്തത് ഞാൻ മസാല ചേർത്ത് പറയുന്നില്ല. ഉള്ള എനിക്ക് കിട്ടിയ അനുഭവം, ബോർഡറിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കറൻസിയൊക്കെ മാറ്റി ഭൂട്ടാനി കറൻസി ആക്കും. പിന്നെ ഒരു 1500 രൂപ എൻ്റെ കയ്യിൽ ഇന്ത്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് ഇത് ഭൂട്ടാൻ ബോർഡറും ക്രോസ് ചെയ്ത് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ടാണ് ഇവരുടെ RT ഓഫീസ്. RT ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്യണം? പെർമിറ്റ് എടുക്കണം വെഹിക്കിളിന്. അപ്പം അതിനവർക്ക് ഇന്ത്യൻ റുപ്പി വേണം അത്രേ. എന്നാൽ പിന്നെ ഈ പെർമിറ്റ് എടുക്കുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ എൻട്രി പെർമിറ്റ് ഉണ്ട്, എൻട്രി പെർമിറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ എല്ലാം ചോദിച്ചു അവരോട്, ഇങ്ങനെ വെഹിക്കിൾ പെർമിറ്റ് എടുക്കണം, ഇതാണ്. എന്നാൽ അവിടെ നിന്നും ഒന്നും പറയുന്നില്ല. ഒന്നും എല്ലാം പല മുക്കിലും മൂലയിലുമാണ്. ഇനിയിപ്പം നമ്മളവിടെ എന്താണ് വെഹിക്കിൾ പെർമിറ്റ് കിട്ടി. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ 5 കിലോമീറ്റർ പോയി എവിടെയൊക്കെ എൻ്റർ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പം മൊത്തത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എൻ്റെ ഇപ്പോൾ നോക്കുക, 1/2 ദിവസം പോയില്ലേ. രാവിലെ തുടങ്ങിയതാണ് ഈ പരിപാടികൾ, 1/2 ദിവസം പോയി. ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോൾ ഭൂട്ടാനെത്തും. പക്ഷേ ഇതൊക്കെ അവർ കുറച്ചൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണ്ടേ, ഈ വരുന്നവർക്ക് എളുപ്പമാവാൻ. ഭയങ്കര പ്രയാസം. എന്താ പറയുക, എല്ലാം ഒരു സ്ഥലത്തെങ്കിലും വെക്കണ്ട. അതായത് ഒരേ ഉദ്ദേശമാണ്, ഭൂട്ടാൻ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വരുന്നവർക്ക് എല്ലാം ഒരു ഏരിയയിലെങ്കിലും ആക്കിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ഇത് പലതും പല സ്ഥലത്ത് പോയി ആക്കണം. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. 1/2 ദിവസം അങ്ങനെ പോയി കിട്ടി. അയ്യോ വയ്യ. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല അത്ര. ഇപ്പോൾ ഈ 23 സെപ്റ്റംബർ 2022 തുറന്നത്. ഏകദേശം ഇന്നിപ്പോൾ എത്രയാണ്? ഇന്നിപ്പോൾ 3 ആഴ്ചയായി ഉണ്ടാവും. രണ്ടാഴ്ച കഴിഞ്ഞ് 3ാമത്തെ ആഴ്ച. ഒരു പക്ഷേ അതിൻ്റെയും കൂടെ ആയിരിക്കും, പുതിയ സിസ്റ്റം കൊണ്ടുവന്നിട്ട് അവർക്ക് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും എല്ലാം ഒന്ന് സെറ്റായി വരാൻ. എന്തായാലും ഈ ഒരു സിസ്റ്റം മഹാമോശമാണ്. ഇത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഭയങ്കര കഷ്ടമാണ് വരുന്നവർക്ക്. പിന്നെ പറഞ്ഞ പോലെ പണ്ട് ഇത്ര എക്സ്പെൻസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായി. പെർമിറ്റ് വണ്ടിയും കൊണ്ട് പോകാൻ മാത്രം 4500 5700. എൻ്റെ അമ്മേ, ആലോചിക്കാൻ വയ്യ. ഞാൻ പിന്നെ കൂട്ടാൻ പോകുന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ എക്സ്പെൻസ് വെയർ ചെയ്യുന്നത്. ഏതായാലും ഇപ്പം കയറി ഇതെല്ലാം കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഭൂട്ടാൻ സന്തോഷമായിട്ട് കാണാമെന്ന് വിചാരിക്കാം. പിന്നെ അതിനിടയിൽ അവിടെ എൻട്രി പെർമിറ്റ് എടുക്കുമ്പോൾ അവർ ടൂറിസ്റ്റ് ഗൈഡ്, 2 വീലർ ഗൈഡ് ഗൈഡ് കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പോകുന്നില്ല. ടെമ്പിൾ ഞാൻ അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ അവിടെ പോയിക്കോളാം. അവിടെ ഒരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്, അതും കണ്ടിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. കാരണം ഭൂട്ടാൻ അല്ലാതെ കാണാനാണെങ്കിൽ പല സ്ഥലങ്ങളിൽ ഗൈഡിനെ എടുക്കണം. പിന്നെ പല സ്ഥലത്ത് എൻട്രി ഫീ വേറെ എന്തൊക്കെയുണ്ട്. അത് പറഞ്ഞു ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുണ്ട് ഭൂട്ടാൻ. എക്സ്പെൻസീവ് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ട് ഇവിടെ ഭൂട്ടാനിൽ കയറുക എന്നുള്ളത്. ഇതിപ്പോൾ ഏതാ റോഡ്? ഇത് തന്നെ ആയിക്കൊന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഭൂട്ടാനിൽ കയറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ. അമ്മേ, താഴെ നല്ല ചൂടാട്ടോ. നമ്മളിപ്പം മല ഇങ്ങനെ കയറുന്നേ ഉള്ളൂ.
ഇവിടെ നല്ല ചൂട് തന്നെയാണ്. എന്തായാലും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ഇവിടെയും ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതെ നമ്മൾ ചുറ്റി വന്നിടത്ത് തന്നെ എത്തി. വീണ്ടും ഈ ഗേറ്റൊക്കെ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതാ. ഇപ്പോൾ പോകേണ്ട വഴി ഒരു ബോർഡും ഇല്ല. ഇതൊക്കെ ക്രോസ് ചെയ്തതല്ലേ ഇപ്പോൾ. നമുക്ക് വഴി തെറ്റി. ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു വരേണ്ടിയിരുന്നത്. ഏതായാലും തിംഫുവിലേക്കുള്ള മലകയറ്റം ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ കിലോമീറ്റർ റീഡിങ് 36,686 കേട്ടോ. 36,686. തിംഫൂന്ന് അടിയിൽ നിന്ന് ജയ്ഗാവെന്നൊരു 3-4 കിലോമീറ്റർ ഇന്ന് ചുറ്റി, അത്രേ ഉള്ളൂ. നമുക്കിനി 150 കിലോമീറ്ററാണ് തിംഫുവിലേക്കുള്ളത്. നോക്കാം എപ്പോൾ എത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാനിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ചൊന്നും മനസ്സ് മുഷിഞ്ഞു രാവിലെ. വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതായത് ഈ പറഞ്ഞ കറൻസി മാറ്റി കിട്ടാനേ. എന്നിട്ട് പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ കറൻസിയുടെ ഇഷ്യൂ. അത് ഇവർ ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഭൂട്ടാൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ റുപ്പി ചോദിക്കൊണ്ടിരുന്ന പിന്നെ നമ്മളെന്താ ചെയ്യുക? അത് അവർ തന്നെ സോർട്ട് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. എന്നിട്ട് പിന്നെ അവിടെ വേറെ ഹോട്ടലിന് കണ്ട ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യൻ റുപ്പി വേണ്ട എന്നുള്ളത് കൊണ്ട് അവരെനിക്കൊരു 3000 അങ്ങനെ ചേഞ്ച് ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും മനസ്സിലാലോചിച്ചത് ശരി പോട്ടെ, മനസ്സിൽ ഞാൻ തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചിരുന്നു. ആ സമയത്താണ് നോട്ട് മാറി കിട്ടിയത്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ച് ബോർഡർ വരെ പോയി ഈ നോട്ട് മുഴുവൻ മാറി കിട്ടിയിട്ടേ പറ്റുണ്ടാവുക എന്നുള്ളൂ. വ്യൂ നോക്കി ഒരു പുഴയും കാണാം. എന്താ ഭംഗി. നമുക്കിവിടെ എൻ്റർ ചെയ്യണം. പെർമിറ്റിൻ്റെത് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, എൻ്റർ ചെയ്യാം. അങ്ങനെ അവിടെ ഒരു 10-20 മിനിറ്റ് പോയി. എയർടെൽ റോമിംഗ് ആണെങ്കിലും ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല. മുകളിൽ കിട്ടായിക്കെന്ന് വിചാരിക്കാം. ഇവർ ഭൂട്ടാൻ നമ്പറൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ ഇന്ത്യൻ നമ്പർ തന്നെ കൊടുത്തു. ആകെ 2 ദിവസം ഭൂട്ടാനുണ്ട്. എയർടെൽ റോമിംഗ് ആക്കിയിട്ടാണ് കയറിയത്. ഇവിടെ പ്രൊസീജിയറൊക്കെ ഇങ്ങനെ കുറച്ച് മടുപ്പിക്കുന്ന പോലെ കേട്ടോ. പിന്നെ നമ്മുടെ രാജ്യമല്ലല്ലോ, ഓരോ രാജ്യത്തെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ രീതി മിണ്ടാണ്ട് പാലിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് കാര്യമായിട്ടൊന്നും ഡിമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതുവരെ നമ്മളിങ്ങനെ ഇത്രയും കയറി, പക്ഷെ ഒന്നും കുത്തനുള്ള കയറ്റൊന്നും കേട്ടോ. നോർമൽ ഗ്രാജുവൽ ആയിട്ടുള്ള കയറ്റാണ്. അതുകൊണ്ട് അത്യാവശ്യം വീതിയുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും റോഡിന് വീതിയുണ്ട്. അപ്പോൾ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. റോഡിന് അത്യാവശ്യം വീതിയുണ്ട്, സുഖമായി ഓടിച്ച് കയറാം. എന്നാൽ ഒരു 2-3 മഴ കഴിഞ്ഞാൽ റോഡിൻ്റെ കണ്ടീഷൻ മോശമാകുന്ന പോലെയാണ്. അതായത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുഴിയുണ്ട്. റോഡ് ഇളകി വരാൻ പാകത്തിനുള്ള ഒരവസ്ഥയാണ്. ഇവിടെ റോഡ് ഉണ്ടാക്കിയത് BRO തന്നെ കേട്ടോ. ഇന്ത്യയും ഭൂട്ടാനും നല്ല ഫ്രണ്ട്ലി കൺട്രി ആയതുകൊണ്ട് ഇന്ത്യൻ ആർമീനെ നമുക്ക് പല സ്ഥലങ്ങളിൽ ഇവിടെ കാണാം വിന്യസിച്ചിട്ടുള്ളത്. മീൻസ് അത് എന്തോ ഒരു ടൈപ്പാണ്. റോയൽ ഭൂട്ടാൻ ആർമി ഉണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ആർമിയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ടൈപ്പും ഉണ്ട്. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ആയതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. സ്വാഭാവികമല്ലേ, ഹിമാലയാസ്. എന്തായാലും സൈഡിൽ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി ഈ റോഡ് ഉണ്ടാക്കിയത് BRO ആണ്. BRO ഒരു പുലി തന്നെ കേട്ടോ. എൻ്റെ അമ്മോ, കുറച്ച് പണിയായിക്കുമല്ലോ. ഇടിഞ്ഞു പോയതാ. വാവ്, നോക്കി നിറയെ പ്രെയർ ഫ്ലാഗ്സ് കാറ്റത്ത് ഇങ്ങനെ ആടുക. അവിടെയും കൊക്ക, ഇവിടെ ലെഫ്റ്റ് സൈഡിലും കൊക്കയാ. 2 മലയെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ദൈവമേ, മഴ പെയ്യോ എന്നൊരു ഡൗട്ട്. മഴക്കാറ് മൂടി നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് തുള്ളിയിടുന്ന പോലെയും തോന്നി. തണുപ്പും കൂടി വരിക. നമ്മളിങ്ങനെ നല്ല കയറ്റം കയറുക കേട്ടോ. യെസ്, മഴ വരും തോന്നുന്നുണ്ട്. റോഡ് ഇത് തന്നെ, പക്ഷെ എന്താ കോടമഞ്ഞ്. തണുപ്പുണ്ട് കേട്ടോ. ഭൂട്ടാൻ, എൻ്റെ അമ്മ സീനാണ്. ഈ സൈഡിൽ കൂടെ പോവാം. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വളരെ ട്രാഫിക് കുറവാണ്, ആരുമില്ല ഈ ഭാഗത്ത്. ഞാൻ കുറേ നേരം ഒറ്റയ്ക്കാണ്. ഒരു ബൈക്ക് ഇപ്പം ഇങ്ങോട്ട് പോകുന്നുണ്ട്, അതാ ഒരു വണ്ടി കുറേ ദൂരമായി. അപ്പം വളരെ ട്രാഫിക് കുറവാണ്, നല്ല സുഖമുണ്ട് ഓടിക്കാൻ, ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട്. എൻ്റെ അമ്മോ, ഇതെന്തത് ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ആ ഒരു ടേണിങ് കഴിഞ്ഞപ്പോഴേക്കേ കട്ടക്കോട മഞ്ഞ്, ഹെവി ഫോഗ് ലാമ്പ് ഓണാക്കിയിട്ടുണ്ട് ഞാൻ. ഒന്നും കാണുന്നില്ല, ഒരു 10 മീറ്ററിലപ്പുറം ഒന്നും കാണുന്നില്ല. ഇപ്പോൾ കുറഞ്ഞു, ഇതാ ഇവിടെ ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ വീണ്ടും കയറുമ്പോൾ വരുമായിരിക്കും. ആ ഭാഗത്ത് എന്താ കോടമഞ്ഞ് ഇതല്ലേ. വീണ്ടും എയർപിൻ അടിച്ച് വീണ്ടും നമ്മൾ ആ കോടയിലേക്കാണ്. വീണ്ടും മൂടി മലയുടെ ആ ഒരു ഭാഗത്തെ ഫുൾ കോടമഞ്ഞ. കുഴിയും കാണില്ല, ഓപ്പോസിറ്റ് വണ്ടിയും കാണില്ല, ഒന്നും കാണില്ല. ഇവിടെയൊക്കെ പക്ക പ്യൂർ ബ്ലൈൻഡ്. കുറഞ്ഞു വരില്ലേ, പോയി. കാറ്റത്ത് ഇങ്ങനെ അതൊക്കെ അവിടെ ഉണ്ട്. സ്ലൈഡ് ഏരിയ, ഡ്രൈവ് കെയർഫുള്ളി ബോർഡ് കണ്ടു. ഇതാണ് സംഭവം, ലാൻഡ് സ്ലൈഡ്. അയ്യോ ചളിയുണ്ട്, അയ്യേ താഴെ കൊടുപ്പോയാൽ മതി. നല്ല വൈറ്റ് കല്ല് എല്ലാം പൊളിഞ്ഞ് അത് കൂടെ വെള്ളവും വരുന്നുണ്ട്. അല്ലേ മൊത്തം ലാൻഡ് സ്ലൈഡായി പോയതാണ്. എന്താ കോട, ഒന്നും കാണുന്നില്ല. ഏതോ വണ്ടിയായിരുന്നു, കണ്ടില്ല വിസിബിലിറ്റി അത്രേ ഉള്ളൂ. അടുത്തന്നെ കാണും. ഞാൻ ഫോഗൊക്കെ ഇട്ടിട്ടുണ്ട്, ഇൻഡിക്കേറ്ററും. തിരമാല പോലെയാണ് കോട ആ ടേണിങ്ങിൽ അടിച്ചു വന്നത്. തിരമാല പോലെ നമുക്ക് കാണാൻ കഴിയും കാറ്റത്ത്. ഇപ്പൊ കണ്ടില്ലേ, ഒറ്റയടിക്ക് കോട പോയി. പക്ഷേ അവിടെ കോട വരുന്നുണ്ട്, നോക്കണ്ട, കയറി അടിച്ചടിച്ച് വരുന്നില്ല. എന്താ തണുപ്പ്. ഞാൻ റെയിൻകോട്ട് ഇട്ടു, തണുത്തിട്ട്. തെർമൽ ലെയറൊക്കെ ഇടണമെങ്കിൽ ജാക്കറ്റ് വഴി അതിൻ്റെ ഉള്ളിലൊക്കെ ഇടണം. റെയിൻകോട്ട് ഒരുവിധം തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ ഏതോ ഒരു ചെറിയ ടൗൺ പോലെ എത്തിയിട്ടുണ്ട്. കുറേ ദൂരം കാട്ടിൽ കൂടെ വന്ന് ഒരു ടൗൺ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു താഷി ഗോങ്പെൽ, അതാണ് സ്ഥലത്തിൻ്റെ പേര്. വീടുകളും ഹോം സ്റ്റേ ഒക്കെ കാണാം. റോഡ് കൊള്ളാം, എന്തായാലും മോശമില്ല. നമുക്ക് റിട്ടേൺ ഇതുവഴി തന്നെ ഇറങ്ങണം കേട്ടോ. അത് ഇന്നലെയാണ് അറിഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് വേറെ റൂട്ടുണ്ട് ആസാമിലേക്ക്. ശരിക്കും റോഡുണ്ട്, പക്ഷേ എന്തോ ഇപ്പോൾ ഈ രണ്ടാമത് ഭൂട്ടാൻ തുറന്നതിന് ശേഷം ടൂറിസ്റ്റിനെ എല്ലാവരെയും ഇതുവഴി തന്നെയാണ് തോന്നുന്നു തിരിച്ചു വിടുന്നത്. പണ്ട് മറ്റേ വഴിക്ക് അലൗഡായെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ആസാമിലേക്ക്. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ താഴെ വന്നിട്ട് തന്നെ ജയ്ഗാവൺ വന്നിട്ട് തന്നെ വേണം തിരിച്ച് നമുക്ക് ആസാം സൈഡ് കയറാൻ. എനിവേ 50 കിലോമീറ്റർ എക്സ്ട്രാ ഓടണമെന്നേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. ഏതായാലും ഈ റോഡ് നല്ലതാണല്ലോ, അപ്പോൾ പിന്നെ ഭൂട്ടാനിലെ ഈ റോഡ് തന്നെ തിരിച്ചിറങ്ങാം. ഇതല്ലേ ഇനി നമ്മൾ ഹൈറ്റ് കയറാനുണ്ട്. 107 കിലോമീറ്റർ. ഞാൻ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്നു വെച്ചാൽ ഓടിക്കുന്നത്, അതുകൊണ്ട് വിൻഡിൻ്റെ സൗണ്ട് ഉണ്ടാവും, കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെൽമെറ്റ് വൈസറിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ അത് ഈ മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ താഴ്ത്തി വെച്ച് ഓടിക്കാൻ പറ്റില്ല, കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ വൈസർ തുറന്നു വെച്ചു, അതിൻ്റെ ഉള്ളിലൊരു കർച്ചീഫ് തിരികെ കയറ്റി. അപ്പോൾ എല്ലാം ലോക്കായി നിന്നോളും. എന്തായാലും ഇങ്ങനെ ഓടട്ടെ കുറച്ച് ദൂരം. ഇത് കൊള്ളാലോ, നല്ല രസമുണ്ട്.
അവരോട്ടോ നമുക്ക് കറൻസി തന്ന് സഹായിച്ചത്. വാ, എന്താ ഭംഗി. വാ, എന്താണ് റോയൽ യൂണിവേഴ്സിറ്റി ഓഫ് ഭൂട്ടാൻ കോളേജ് ആട്ടോ. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട് ഈ ആർട്ടൊക്കെ കാണാൻ. ആ എന്താ ഭംഗി, ടൈലിൻ്റെ പീസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. വാ, ഭൂട്ടാൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമാലയത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അവിടെ നിന്നൊരു കയറ്റം അങ്ങനെ കയറി, കുറച്ച് ഹൈറ്റ് കയറി. ഇപ്പോൾ ഇനി ഉള്ളിലേക്ക്. ഇനിയും കയറ്റങ്ങളുണ്ടാവും, തോന്നിട്ടില്ല. ഇങ്ങനെ ചെറിയ കയറ്റമാണ് എങ്കിലും നമ്മളിനി പോകുന്നത് ഇങ്ങനെ ഉൾഭാഗത്തേക്കാണ്, തിംഫു അകത്തേക്കാണ്. വാ, അതാ വീണ്ടും കോടമഞ്ഞ് വരുന്നു. എൻ്റെ അമ്മേ, കോടമഞ്ഞോ മഴയോ? മഴയുണ്ട് കേട്ടോ, ചെറുതായിട്ട് കോടയുണ്ട്. നമ്മുടെ പുറകിലൊരു കൂട്ടം ബൈക്കുകൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഇവിടെ ഉള്ളതാണെന്നാണ് തോന്നുന്നത്. എൻഫീൽഡും ഹാർലെയൊക്കെയാണ് കാണുന്നത്. ഹാർലെ അല്ല, എൻഫീൽഡാണ് അധികവും. ഓ, എൻഫീൽഡ് ട്വിൻസ്. ഇവിടെ നമ്പർ പ്ലേറ്റ് ഇല്ലേ? 3 എൻഫീൽഡ്, ഒരു ഡ്യൂക്ക്. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ആ ഇൻ്റർസെപ്റ്റർ റൈഡേഴ്സിനെ കണ്ടിരുന്നു. അപ്പോൾ ഭൂട്ടാൻ റൈഡേഴ്സുമായി സംസാരിക്കാനും പറ്റി അങ്ങനെ. എന്താ ഭംഗി നോക്കാം. അവിടെ താഴെ അപ്പുറത്തെ മലയെ നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥ. എന്തായാലും ഇന്ന് ഭൂട്ടാനിൽ ഇവിടെ നേരത്തെ സൂര്യൻ അസ്തമിക്കുമെന്നറിയില്ല. അവിടുത്തെ ബുദ്ധ സ്റ്റാച്യു കാണണം, പാറോയിൽ പോകണം, അത് കഴിഞ്ഞ് നാളെ തിരിച്ചിറങ്ങണം. അതാണ് പ്ലാൻ. വിൻനോയ്സ് നല്ലോണം ഉണ്ടാവും, കാറ്റടിക്കുന്ന ശബ്ദം. കാരണം ഞാൻ വീണ്ടും ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്നു വെച്ചിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. ഇതൊക്കെ മണ്ണിടിച്ച് പോയതാ, ലാൻഡ് സ്ലൈഡ്. വാ, എന്താ ഭംഗി. കോടമഞ്ഞിൻ്റെ ഇടയിൽ ആ പാറയുടെ നിറമൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വാവ്. നോക്ക്, വെള്ളച്ചാട്ടം, ഹിമാലയൻ നദികൾ നമ്മളെത്ര കണ്ടു. ഇവിടെ ഇടിഞ്ഞതാ, മല ഇടിഞ്ഞിട്ടേ. വീണ്ടും നല്ല കോടമഞ്ഞ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ നമ്മുടെ പേപ്പർ കാണിക്കണം. പിന്നെ നമ്മുടെ ഫോണിൽ അവരൊരു QR കോഡ് തന്നിട്ടുണ്ട്, അത് ഇവിടെ പോലീസ് സ്കാൻ ചെയ്യും. ഇതേതാ വണ്ടി? ഹോണ്ടയാ? ഹ്യുണ്ടായിയുടെ അയോണിക്. നല്ല ആൾക്കാരാട്ടോ അവിടെ. വാ, എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആകെ എനിക്ക് തുടക്കം നമുക്ക് രാവിലെ ഒരു കൺഫ്യൂഷൻ. അതൊരു ഒന്നുമില്ല, ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി.
എങ്ങനെയൊക്കെ വരുന്ന ഏതൊക്കെ ടൈപ്പ് ട്രാവലേഴ്സ് ആണുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അതും യാതൊരു കണക്ഷനും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ പണ്ടത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ പല ഓഫീസുകൾ പറയില്ലേ, അതുപോലെയാണ്. ഇവിടെ ചിലപ്പോൾ അവിടെ പോകാൻ പറയും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറയും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനായി ഏകദേശം പകുതി ദിവസത്തോളം പോയതുകൊണ്ടാണ് രാവിലെ ഒരു മനപ്രയാസം. എന്തായാലും ഭൂട്ടാൻ, വാവ്, നോക്ക്, ഭൂട്ടാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. കുറച്ചു മുമ്പാണ് അറിഞ്ഞത്, നമ്മൾ ഈ 4500 രൂപ പ്ലസ് 1200 എൻട്രി, 4500 വണ്ടികൾക്ക് 1200 അല്ലാതെയുള്ള എൻട്രി ഫീ. ഇത് പെർ ഡേ ആണ്, മീൻസ് പെർ നൈറ്റ്. ഞാൻ ഇന്ന് കയറി നാളെ ഇറങ്ങുകയാണെങ്കിൽ 4500, 1200. മറ്റന്നാളാണ് ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ 4500 നേരെ 9000 ആവും, പിന്നെ 2400 ആവും. അപ്പം അതിങ്ങനെ ഓരോ ദിവസത്തേക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, അത്രയും ചാർജ് ചെയ്യുന്നുണ്ട് ഭൂട്ടാൻ ഗവൺമെൻറ്. ഞാൻ വിചാരിച്ചു പെർ ഡേ 1200 ആണെന്നറിയാം, പക്ഷേ 4500 വൺ ടൈം ഫീ ആണെന്ന് വിചാരിച്ചത്. പക്ഷേ ഓരോ ദിവസം 4500 കൊടുക്കണം. 1200 ഓരോ ദിവസം കൂടുമ്പം ഡബിളായി വരും എന്നുള്ളത് അറിയാമായിരുന്നു. എന്തായാലും ഭൂട്ടാൻ ഗവൺമെൻറ്റിന് നല്ല പൈസ കിട്ടും ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന്. എന്താ ഭംഗി! ഭൂട്ടാനിൽ വൈസർ തുറന്ന് വെച്ച് ഓടിക്കാതിരിക്കുക നല്ലത്, പ്രാണികൾ കണ്ണ് കയറും. ഓഫ്, വൈസർ പൊട്ടിയും പോയി. ഈ കണ്ണട വെച്ച് ഓടിക്കാം. കണ്ണിന്നൊക്കെ വെള്ളം വന്നു. എൻ്റെ അമ്മേ, പ്രാണി എന്തോ പോയിട്ടേ. ആഹാ, വലിയ പാലാണല്ലോ. നല്ല രസമുള്ളൊരു പുഴ. നോക്കാം മലയുടെ ഹൈറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റിയതാട്ടോ. അവിടെ നിന്ന് അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഹൈറ്റൊന്നും തോന്നിക്കുന്നില്ല. നല്ല വലുപ്പമുണ്ട് ഹിമാലയം ഇവിടെ. എന്താ, നമ്മളിനി കയറാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ലാൻഡ് സ്ലൈഡ്. ഓ, മഴയും പെയ്തിട്ട് ചളി വെളിയായിരിക്കുക. അയ്യോ, ഇത് ചെറിയ ടാസ്ക് ആയിരിക്കുമല്ലോ. നോക്കാം, അതൊക്കെ പോവാം. ഓ, ടാസ്ക്കാണ്. അയ്യോ, വെറും ചളിയാണെങ്കിൽ കുഴപ്പമില്ല. ഇടയിലിടയിൽ കല്ലുകളുണ്ട്, വലിയ വലിയ കല്ലുകൾ. നോക്ക് എത്ര ദൂരം. ഈ ഒരു സ്റ്റൈൽ ചളി നമുക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല കേട്ടോ, മഴയും കൂടെ പെയ്തിട്ടേ. എൻ്റെ അമ്മോ, കണ്ടോ, അവർ റിവേഴ്സ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതെന്താ അറിയാം. ഇപ്പം 2-3 കല്ലും കൂടിയും വീണ്. ഇന്ന് അവർ പോയി നോക്കുകയെന്ന് തോന്നുന്നുണ്ട്. നല്ല കല്ല് വീഴുന്നുണ്ടോന്നേ. കണ്ട അയാൾ പോയി നോക്കുക. ഇനിയും ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ടോയെന്ന് നോക്കുക. അയാൾ ചാടി ഇതിൻ്റെ മുകളിൽ കയറി. കണ്ട, ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 പാറക്കല്ലുരുണ്ട് വീണ്. ചെയിനാകെ സൗണ്ട് വരുന്നുണ്ട്, ചളിയ കയറി.
നോക്കി, ഇങ്ങനത്തെ മലയാണ് പൊട്ടിച്ച് റോഡുണ്ടാക്കിയത്. അപ്പോൾ റോക്ക് ഫോളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം. അടുത്തത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി നിർത്തരുത്. ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും ഒന്നിനും നിർത്തരുത്. കണ്ടിന്യൂസ് പോയിക്കൊണ്ട് നിൽക്കുകയാണ് എപ്പോഴും സേഫ്. വാ, എന്താ ഭംഗി! വാ, അത് നോക്ക്, വരുന്നത് മുകളിൽ തട്ടിത്തെറിച്ച് എന്തായാലും കാലൊന്ന് കഴുകി ചളി കൂടെ ക്രോസ് ചെയ്തിട്ടേ. വാവ്, നോക്കി, വലിയൊരു പാലാട്ടോ അത്. വാ, എന്താ അതിൻ്റെ ഹൈറ്റ്! എന്താ ഇവിടെയുള്ള താഴ്ച എന്ന് വേണം പറയാൻ. എത്ര ഹൈറ്റിൽ കൂടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്! ഭൂട്ടാൻ ഒരു നോ ഡ്രോൺ കൺട്രിയാണ് കേട്ടോ. ഇവിടെ ഡ്രോണൊന്നും ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ആർക്കില്ല എന്നവിടെ കയറുന്നിടത്ത്, കൺട്രി കയറുന്നിടത്ത് എഴുതി വെച്ചിരുന്നു. എന്നാലും ഈ പാലം ഉഷാറ്. ഭൂട്ടാനിലെ ഹിമാലയാസ് ഒരു പ്രത്യേക ടെറൈനാണ് കേട്ടോ. കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ബാക്കി കണ്ട ഹിമാലയസ് പോലെയല്ല. ഇവിടെയുള്ള മലകൾക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. മാറ്റം രൂപഘടനയിലും പിന്നെ കല്ലും എല്ലാം വ്യത്യാസമുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിയാണ് കാണുന്നത്. കുറേ സ്ഥലത്ത് ഇങ്ങനെ പ്രയർ ഫ്ലാഗ് കെട്ടി വെച്ചത് കാണാം. ഓ, എന്താ വ്യൂ! എല്ലാവരും അങ്ങനെ വിഷ് ചെയ്യും കേട്ടോ, ബൈക്കേഴ്സ്. അത് ബൈക്കർമാരുടെ ഇടയിലുള്ളൊരു ബോണ്ടാണ്. എൻ്റെ അമ്മ, അത് നോക്ക് നിങ്ങൾ! ആ ഒരു മല ഇടിഞ്ഞത്, ഒരു ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് പോയിട്ടുണ്ട്. ഈശ്വര, അതുകൂടെ നമ്മൾ പോണ്ടേ? എന്താ നോക്ക്, അതിൻ്റെ ഓ എന്താ റോഡ്! കാറ്റത്തിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ഭൂട്ടാൻ ബ്യൂട്ടി. വാവ്, എന്തൊരു നല്ല പുഴയാ! എന്താ നല്ല വെള്ളം! കല്ല് വീഴുന്ന സ്ഥലമാണോ? വാവ്, നോക്കൂ! ആഹാ, നല്ല ഡാർക്ക് ഗ്രീൻ വെള്ളം. അതിൻ്റെ ഉള്ളിൽ കാണാം കാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ തോട് വന്ന് ചേരുന്നത്. ആഹാ, എന്ത് രസമാണ് കാണാൻ! മുകളിലൊരു മൊണാസ്ട്രി കാണാം. ഇതല്ലേ ആ റോഡ്? അത് പാർവലേക്കാണ്.
നേരെ പോയാൽ തിംഫു. നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. ഇവിടുന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ ഫാറോയിലേക്ക്. ഇതല്ലേ ഈ റോഡ്. നമുക്ക് തിംഫു. നമ്മൾ ഫാറോയിലേക്ക് നാളെ പോകും. തിരിച്ചു പോകുന്ന വഴി ഒന്ന് പോയി അവിടെ നിന്ന് നോക്കി തിരിച്ചു പോകും. ഇപ്പം തിംഫു. ഇനി 29 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. റോഡെല്ലാം നല്ലതാണ്. നേരെ ഇങ്ങനെ ഇരുട്ടാവുന്നുണ്ട്. എന്തായാലും ട്രാഫിക് വളരെ കുറവുള്ള ഒരു രാജ്യമാണ് കേട്ടോ ഭൂട്ടാൻ. അവിടെ ഇവിടെയൊക്കെ നോക്കൂ, ഇങ്ങനെ മലയുടെ തട്ടായി നല്ല ഗ്രാമങ്ങളും വീടുകളൊക്കെ കാണാം. നേരെ ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 5:6. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വൈസർ തുറന്നു വെച്ച് സംസാരിച്ച മുഴുവൻ ക്ലിയർ അല്ലാതെ ആയിരിക്കും ഇതുവരെ കിട്ടിക്കാണുക. കാരണം വേറെ നിവൃത്തിയില്ല. നമുക്ക് ഇത് താഴ്ത്തി വെച്ച് ഓടിക്കുമ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടാണ്. കാരണം ഫോഗ് പോലെ വരും. വൈസർ പറ്റിയ ഇവിടെ കിട്ടുമെങ്കിൽ ഒരെണ്ണം വാങ്ങാം നാളെ. അപ്പോൾ ബാക്കി ഭൂട്ടാൻ വിശേഷങ്ങളെല്ലാം നാളെ.